ഇനി നമ്മൾ പോകുന്നത് അടുത്ത സെഗ്മെന്റിലേക്കാണ്, സായാഹ്ന യാത്രയിലേക്ക്. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തെ ഒരു ടീ ഷോപ്പിലേക്കാണ്. പ്രകൃതി ഒരുക്കിയ രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് വൈകുന്നേരം ഒരു ചായ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഡാൻ കുര്യൻ. ശംഖുമുഖത്ത് നിന്ന് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കടലിങ്ങനെ ഇരമ്പി ആർക്കുകയാണ്. ആ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് സായാഹ്നങ്ങളിൽ ഒരു ചായ കുടിക്കാനും ഒരു പഴംപൊരി തിന്നാനുമൊക്കെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും എത്തുന്ന ഒരു സ്പോട്ടിലേക്ക്, ഒരു ടീ സ്പോട്ടിലേക്കാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരെ എത്തിക്കുന്നത്, തലസ്ഥാനവാസികളെ എത്തിക്കുന്നത്. അതായത് ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് മുഴുവൻ എയർപോർട്ടിലേക്ക് പോകുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ ഇടവേളകളിൽ ആനന്ദകരമാക്കാൻ ഇവിടേക്ക് വരാൻ കഴിയും. അങ്ങനെ ഒരു മനോഹരമായ ഒരു സ്ഥലം മറ്റെങ്ങുമല്ല, ചായ് ജംഗ്ഷൻ. അതായത് ശംഖുമുഖത്ത് നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരുപാട് തിരക്കേറിയ ഈ സായാഹ്ന വിശ്രമ സ്ഥലം. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ ഈ റീൽസിലൂടെയും മറ്റും ഇതിന്റെ പേര് കേട്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സ്പോട്ടാണ്. എന്തായാലും ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്, ചായ എങ്ങനെയുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് നോക്കാം. You are all from Nagaland. I'm from Nagaland. How is the tea and snacks here? It's good. Good. Yeah. Is it your first time visit? Yeah, first time. How is it? Nice. I like. Which one you like more? I like Chamande. This thing. Yeah. അപ്പൊ അത് തന്നെയാണ് ഞാനും പറയുന്നത്. ചേട്ടാ, ഒരു ബൂസ്റ്റ്, ഒരു മുട്ട മസാല, അതാണ് ഇവിടുത്തെ ഫേവറേറ്റ്. ഒരു മുട്ട മസാല, ഒരു കായ്പോളയും കൊടുത്താ. ഞങ്ങളിവിടെ സാധാരണയായി എത്തുമ്പോൾ പരീക്ഷിക്കാറുള്ള ഒരു പലഹാരമാണിത്. അതായത് മുട്ട മസാല, കായ്പോള, പിന്നെ ഇവിടെ ഭയങ്കര രുചികരമായ ഒരു ചമ്മന്തിയുണ്ട്. അപ്പോൾ ഈ ചമ്മന്തിയിൽ ഈ കായ്പോള ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ഈ മുട്ട മസാലയും കായ്പോളയുമാണ് ഇവിടുത്തെ ഏറ്റവും രുചികരമായിട്ടുള്ള രണ്ട് ഫേവറേറ്റ് ഡിഷസ്. ഇതിനുവേണ്ടിയാണ് കൂടുതൽ ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറുനാടുകളിൽ നിന്ന് വരെ ഇവിടേക്ക് ആളുകൾ പറഞ്ഞു കേട്ട് എത്തുന്നത് ഈ മുട്ട മസാല. അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ട്. അപ്പൊ എന്തായാലും ഈ സ്ഥാപനത്തിന്റെ ഉടമ അനീഷ് മാർഷൽ എന്നോടൊപ്പം ചേരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിരുന്നു. അപ്പൊ ഇപ്പം മഴ സമയമാണ്. അപ്പൊ എങ്ങനെയുണ്ട് വൈകുന്നേരം? തിരക്കുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ സാധാരണ എങ്ങനെയാണ് മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് വരുന്നതാണ്, എന്നാലും കുഴപ്പമില്ല. തിരക്കുണ്ട്. നേരങ്ങളിലാണോ അതോ എപ്പോഴാണ്? വൈകിട്ട് 3 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ്. 12 മണി വരെ ഉണ്ട്. രാത്രി 12 മണി വരെയാണ്. അപ്പൊ ഇതെന്താണ് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം? മുട്ട മസാല, പഴംപൊരി ബീഫ്, അതാണ് സ്ഥിരം പോകുന്നത്. പിന്നെ മുട്ട മസാല, മുട്ടമടക്ക്, സൽക്കാരപ്പെട്ടി, കായ്പോള എന്ന് പറയുന്ന കുറെ മലബാർ ഐറ്റംസ് വെച്ചിട്ട് വെറൈറ്റി ചായാസ്, അതായത് ജിഞ്ചർ ടീ, ലെമൺ ടീ, പാഷൻ ഫ്രൂട്ട് ടീ, അതുപോലുള്ള ഇതൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. ഒരു കഫേയാണ്. കഫേ ആയിട്ടാണ്. അപ്പൊ ഈ തെറി ഇങ്ങനെ അടിച്ച് കയറുന്ന സമയങ്ങളുണ്ടായിരുന്നല്ലോ, ഈ റോഡിലേക്ക് തെറി അടി. അതെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ നിർത്തുന്നതിനും ഇവിടേക്ക് ആളുകൾക്ക് എത്തുന്നതിനും ഒക്കെ ഒരു
അല്ല, ഇതൊരു പിന്നെ VIP റോഡാണ്. അപ്പൊ എപ്പോഴും VIP പാസിംഗ് ഉണ്ടാവും. അപ്പോ ഇപ്പൊ CM, ഗവർണർ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടോ VIP ഒന്ന് പോവുകയാണെങ്കിൽ പോലീസ് വന്നിട്ട് ഇത് വയ്ക്കാൻ പറയും. ഇതിന്റെ ബാക്കിൽ തന്നെ സ്ഥലമുണ്ട്. അപ്പൊ പാർക്കിംഗ് അങ്ങോട്ടോട്ടാക്കും. അപ്പൊ അത് കഴിയുമ്പോൾ അങ്ങനെയാണ്. വേറെ ഇതായിട്ടൊന്നുമില്ല. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഇത് ഓക്കെയാണ്. അപ്പൊ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വരാറുണ്ടല്ലേ? കേരളത്തിന് പുറത്തുനിന്നുള്ളവർ കുറെ പേര് വരാറുണ്ട്. ഇടയ്ക്ക് കുറെ വ്ളോഗേഴ്സ്, കൊച്ചിയിലുള്ള കുറെ വ്ളോഗേഴ്സ് വന്ന് ഇവിടെ വീഡിയോ എടുത്തിട്ട് പോയി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഈ വിമാനത്താവളത്തിലേക്ക്, ശംഖുമുഖത്തുകൂടി വിമാനത്താവളത്തിലേക്ക്, ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർക്കും വൈകുന്നേരങ്ങളിൽ ഈ തലസ്ഥാനത്തുനിന്ന് ജോലിയുടെ തിരക്കും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ വിട്ട് ഒന്ന് അല്പനേരം ഒരു സന്തോഷത്തോടെ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ശംഖുമുഖത്തുനിന്ന് ഒരു അല്പം കൂടി മാറി, ഒരു 500 മീറ്റർ കൂടി മാറി ഈ കാർഗോ സെക്ഷന് അടുത്തുള്ള ഈ ചായ ജംഗ്ഷൻ എന്ന കടയിൽ വരാം. ഇവിടുന്ന് ചൂട് ചായയും പഴംപൊരിയും ബീഫും ഒക്കെ കഴിക്കാം. ഈ മനോഹരമായ കടലിന്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം, മനം കുളിർക്കെ ആസ്വദിക്കാം. അപ്പോൾ ഇനി അടുത്ത ചായ സ്പോട്ടിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്നവരെ ഗുഡ് ബൈ. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സമയം ഇത് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കടൽ കാഴ്ചകളെക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടുത്തെ വിഭവങ്ങളാണ്. എന്തായാലും ഡാൻ കുര്യൻ പറഞ്ഞതുപോലെ അവിടെ ഒന്ന് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്.